ഈ എവർഗ്രീൻ്റെ പ്ലാന്റ് മമ്മി നട്ടു വെച്ചതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പണ്ട് നമ്മുടെ ബ്രൈഡൽ ബൊക്കയിലൊക്കെ കാണുന്ന ഇത് വെച്ചിട്ടല്ലേ പണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ പൂക്കൾ വെച്ച് അറേഞ്ച് ചെയ്തിട്ടല്ലേ പണ്ട് ബ്രൈഡൽ ബൊക്കേസൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആ ചെടി ഇല്ല. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ആ ചെടി ഇഷ്ടംപോലെ നന്നായിട്ടുണ്ടായി നിൽപ്പുണ്ട്. അതിൻ്റെ അടിയിലെല്ലാം ചെറിയ ചെറിയ തൈകളും ഒക്കെ വരുന്നത് ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ നോക്കാറുണ്ട്. ഞാനൊരു 4ലോ 5ലോ ഒക്കെ പഠിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, അവിടെ ആ വീട്ടിലെ അപ്പച്ചനോട് ചോദിച്ചാൽ കിട്ടുമായിരിക്കും, നീ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് അപ്പച്ചനോട് പോയി ചോദിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അതിലേ പോയപ്പോൾ അപ്പച്ചൻ എന്നെ വിളിച്ച് എനിക്കൊരു കവറ് തന്നു. ആ കവറിനകത്ത് മണ്ണൊക്കെ നിറച്ച് അതിനകത്ത് ഇതിൻ്റെ വിത്ത് മുളച്ച കുറേ ചെടികളുണ്ടായി നിൽക്കുന്നു. എനിക്കത് തന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അന്ന്. കാരണം നമ്മൾ ചോദിച്ചിട്ട് അപ്പച്ചൻ എനിക്ക് തന്നല്ലോ, തരുമോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ആ ചെടി നിൽപ്പുണ്ട്. അന്ന് കിട്ടിയ ആ ചെടിയുടെ ബാക്കി അതിനകത്തുനിന്ന് ഒത്തിരി വിത്ത് വീണ് അതിൻ്റെ ചുറ്റും തൈകളൊക്കെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ അതുണ്ട്. ഈ ചെടികളോടുള്ള ഇഷ്ടം പണ്ടേ തുടങ്ങിയതാണ്. അത് ഞാൻ ഇപ്പോഴാട്ടോ മനസ്സിലാക്കുന്നത്. പണ്ട് ഞാനും മമ്മി ഇതുപോലെ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ നട്ടുവെച്ച് പിന്നെ ഈ ഉണക്കാകുമ്പോഴത്തേക്കും ആ ചെടികളെല്ലാം എടുത്ത് ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് കൊണ്ടുവച്ച് അതിനെ സംരക്ഷിച്ച് പിന്നെ അടുത്ത മഴ വരുമ്പം പിന്നെ അതിനെ എടുത്ത് തിരിച്ചു കൊണ്ടുവച്ച് അങ്ങനെയായിരുന്നു.